എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു പെക്കഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഹോണ്ടയുടെ ഒരു ക്രൂസർ കാറ്റഗറി വരുന്ന ഒരു യുണീക്ക് മോഡലായിട്ടുള്ള ഹോണ്ടയുടെ വാൽക്കറി ടൂറാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഹോണ്ട വാൽക്കറി ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂജ് ബൈക്ക്. ഇതൊരു 6 സിലിണ്ടർ എഞ്ചിനാണ്. ഏറ്റവും ആദ്യം എടുത്ത് പറയുന്ന ഒരു ഫീച്ചർ 6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പിന്നെ പറയുന്നത് ഇതൊരു 2000 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഏകദേശം 25 വർഷം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണ്, 6 വർഷം മാത്രമാണ് ഇത് അപ്പോഴേ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. 1997 തുടങ്ങി 2003 ആയപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ നിർത്തി. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് വണ്ടി കണ്ടു കിട്ടാൻ. അതുകൊണ്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നിങ്ങനെ ഫീൽ ചെയ്യുക, നിങ്ങളെയും കൂടെ ഒന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ അറിയിക്കണം എന്നുള്ളത്. എന്നാലും നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ വണ്ടി, അല്ലെങ്കിൽ എന്താണ് ഈ വണ്ടി യുണീക്കായിട്ടുള്ളത് എന്ന കാര്യങ്ങളെന്നൊക്കെ. അപ്പം പ്രവീൺ ചേട്ടനാണ് ഈ ബൈക്കിൻ്റെ ഓണർ. പ്രവീൺ ചേട്ടനെ കുറിച്ച് പറയാം. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളുടെ CMMCയുടെ വൺ ഓഫ് ദി അഡ്മിനാണ്. CMMCയുടെ ഒരു നെടുന്തൂണാണ്. ഓക്കെ പ്രവീൺ ചേട്ടാ, എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് ഹോണ്ട വാൽക്കറി, എന്തുകൊണ്ടാണ് ഈ ബൈക്ക് ചൂസ് ചെയ്തത്? ഞാനിതെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു കളക്ഷനായിട്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് വേറൊരു ബൈക്ക് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് ഞാനിത് വാങ്ങിച്ചതാണ്. ഇത് ലോങ് ഡിസ്റ്റൻസ്, അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര കംഫർട്ടാണ്, യൂണീക്കാണ് വണ്ടി, അങ്ങനെ കിട്ടാൻ യുണീക്കാണ്. പിന്നെ ഒരു ഇത് 6 സിലിണ്ടർ ജോബ് പറഞ്ഞ ഇത് കാർബറേറ്ററാണ്, 6 കാർബറേറ്റർ ഒക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, 6 സിലിണ്ടറാണ്. അതുപോലെ തന്നെ 6 കാർബറേറ്ററൈസാണ്. ഓരോ സിലിണ്ടറിനും ഓരോ കാർബറേറ്ററൈസാണ് വരുന്നത്. എന്താണ് ഇതിന് എന്തെങ്കിലും സ്റ്റോറി ഉണ്ട്? എങ്ങനെയാണ് വണ്ടി കൈ കിട്ടിയത്? എത്ര നാളായി? ഞാനിത് കുറച്ച് നാളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, മാർക്കറ്റിൽ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷാവ് അപ്പുറമുള്ള ഒരു പ്രായമായ ഒരു അപ്പച്ചൻ, പുള്ളി റൈഡിങ് ഒക്കെ നിർത്തി ഒരു 3 years ആയിട്ട് ഇത് ഇരിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ പുള്ളി ഇങ്ങനെ മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ പോയി അന്നേരം തന്നെ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫുള്ള് അഴിച്ചിറക്കി എല്ലാം തന്നെ റീസ്റ്റോർ ചെയ്യണ രീതിയിൽ ഓൾമോസ്റ്റ് എഞ്ചിനും കാർബറേറ്ററും ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ അഴിച്ച് റീസ്റ്റോർ ചെയ്ത് സെറ്റ് ചെയ്യുക ചെയ്തത് ശരിക്കും. ആണല്ലേ? ഓക്കെ പ്രവീൺ ചേട്ടാ, അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു ഹ്യൂജ് വിൻഷീൽഡാണ് വരുന്നത്. അതെ. പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ മെയിൻലി വണ്ടി എടുത്ത് പറയാനുള്ളത്? ഈവൻ ഈ വിൻഷീൽഡാണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് വിൻഷീൽഡല്ല, ഇതിനകത്ത് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് ഹൈറ്റ് കൂടിയതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ എയർ വന്ന് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ കൂടെ പോകും. അപ്പോൾ ഹെൽമെറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഇത് അതുകൊണ്ട് അത് ചെയ്തു. കംഫർട്ടബിൾ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് മാറില്ല. ഹെഡ്ലൈറ്റ് മാറില്ല, ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറ്റിയിട്ട് ഞാൻ ബൾബാക്കി. വിൻഷീൽഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇത് ഹൈറ്റ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് നല്ല ഹോട്ടുള്ള വെതറിൽ നമുക്ക് ചൂടെടുക്കും. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ തണുപ്പുള്ള സമയത്ത് ഈവൻ 1 degree 2 ഡിഗ്രിയിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫ്രണ്ട് സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ എഞ്ചിന് പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ 2 LED ലൈറ്റുകൾ, ഫോഗ് ലാമ്പ് കണക്ട് ചെയ്തു. നമുക്ക് ഞാൻ കൂടുതലും ഇപ്പോൾ ലോങ് റൈഡാണ് പോയേക്കണം. ഏർലി മോർണിംഗ് 4 AM ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു 10-10:30 ആകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ഏറ്റവും ലോങ്ങസ്റ്റ് വണ്ടി പോയേക്കുന്ന ട്രിപ്പ് ഏതാണ്? നമ്മൾ പോയത് കലബോഗി വഴി നമ്മൾ ക്യൂബക്ക് കയറിയിട്ടുണ്ട്. ഇതും കൊണ്ട് പോയിട്ട് നമ്മളൊരു 5 പേര് നമ്മുടെ CMMCയിലെ ഗ്രൂപ്പിൽ, ഞാൻ ഗ്രൂപ്പ് റൈഡായിട്ട് മാത്രമേ യൂസ് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ നമ്മൾ 1300 കിലോമീറ്ററോളം ഒരു ഡേയിൽ സിംഗിൾ ഡേ പോയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. നമുക്ക് ഇതിന് വൈബ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിച്ചില്ല. അത്ര ഞങ്ങൾ പോയിട്ട് വന്നതാണ്. ഒട്ടും ടയേർഡായില്ല ബേസിക്കലി. അതാണ് നമ്മൾ നോക്കുവാണെങ്കിൽ വൈബ്രേഷൻ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. പലരും നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ എഞ്ചിൻ്റെ അല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ മുകളിലായിട്ട് ഈ കോയിൻ എടുത്ത് വെച്ചിട്ട് വണ്ടി റേസ് ചെയ്യും. അപ്പോൾ ആ കോയിൻ അവിടെ നിന്ന് ചാടി പോകുന്നില്ല, അത്ര വൈബ്രേഷൻ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ശരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഒരു അത്യാവശ്യം വലിയൊരു റേഡിയേറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം എൻ്റെ പേര് തന്നെ വാൽക്കറി തന്നെ എൻകറേജ് ചെയ്തിട്ടുള്ള അല്ലേ, ലിക്വിഡ് കൂൾഡ് ആണ്. ചേട്ടാ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുന്നുണ്ട്. ബ്രേക്സും ഒന്ന് പറയാം, എന്താണ് ബ്രേക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്കാണ്. ഫ്രണ്ടിൽ 2 സൈഡിലുള്ള ഡ്യുവൽ ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ അതുപോലെ ബാക്കിലാണെങ്കിൽ ബാക്കിൽ ഒരു സൈഡിലുള്ളൂ, 1 സൈഡുള്ളൂ ഡിസ്കുള്ളൂ. അതുകൊണ്ട് ABS ഇല്ല.
അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് കൺട്രോൾ ചെയ്യണമൊക്കെ നമ്മൾ ശരിക്കും കുറച്ചുകൂടെ കണ്ടൊക്കെ ഓൾഡ് സ്കൂൾ സ്റ്റൈൽ തന്നെ ശരിക്കും ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ചേട്ടാ ഇതിൻ്റെ ടയേഴ്സ് സൈസ് എത്രയാണ്? ടയേഴ്സ് ഹ്യൂജ് ടയറാണ് ഫീൽ ചെയ്യുന്നത്. 16 ഇഞ്ചാണ് ഫ്രണ്ടും ബാക്കും കിടക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ യൂസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. അതിൽ കാറിൻ്റെ ടയർ ബാക്കിലിടും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ല വലിയ ടയറാണ്, കുറച്ചിട്ട് സ്റ്റെബിലിറ്റി കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് ഡ്രോബാക്കും പറയുന്നുണ്ട് ആൾക്കാർ. നമുക്ക് ഈ കേർവ്സ് ഒക്കെ എടുക്കുമ്പോൾ ശരിക്കും ചിലപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നത്. പക്ഷേ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആണെന്നും പറയുന്നു. ഞാൻ അടുത്താണ് അത് ട്രൈ ചെയ്യാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ടയർ മാറ്റുമ്പോൾ ഡാർക്ക് സൈഡ് ചെയ്യാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഫുഡ് പാക്സ് ഒക്കെ അഡീഷണൽ ആണോ അതോ? ഫുഡ് പാക്ക് ഇത് അഡീഷണൽ ആണ്. നമുക്കിത് ലോങ് റൈഡ് പോകുമ്പോൾ ശരിക്കും കാല് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലോങ് നമുക്ക് സ്റ്റോപ്പൊന്നും ഇല്ലാത്തടത്ത് പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാല് നിവർത്തി വെച്ചിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഒട്ടും ടയർഡ്. പിന്നെ ഈ സൈഡിൽ നമുക്ക് പറഞ്ഞാൽ ഇപ്പം ഒരു സൈഡിൽ 3 കാർബറേറ്റർ ആണ്. അതുപോലെ 3 പാരൽ അങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു അതുകൊണ്ടാണ് വൈബ്രേഷൻ ഏറ്റവും കുറവുള്ള കുറവുള്ള. ഇതിന് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി. മെയിൻ്റെനൻസ് ഞാൻ എടുത്തിട്ട് കാര്യമായിട്ടൊന്നും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. പക്ഷേ കേൾക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാർബറേറ്ററൊക്കെ ഇത് സ്റ്റേജ് 1 ട്യൂൺ ചെയ്തതാണ്. ഓൾറെഡി ട്യൂൺഡാണ്. അതുകൊണ്ടാണ് ഈ എക്സോസ്റ്റ് പൈപ്പ് ഡയറക്റ്റ് ആണ്. 3 പൈപ്പ് ഒരു സൈഡിലും അങ്ങേ സൈഡിലും 3 സ്റ്റോക്ക് ഐ തിങ്ക് ഇറ്റ്സ് 2 പൈപ്പ് മാത്രമല്ല. 6 പൈപ്പ്സ് വന്നിട്ട് കൺവേർട്ട് ടു 2 പൈപ്പ്സ് ആവുന്നതാണ്. ഇത് ആക്ച്വലി 6 പൈപ്പ്സ് തന്നെ വരുന്നത്. 6 പൈപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ലൗഡാണ്, കുറച്ചുകൂടെ ഭയങ്കര ലൗഡാണ്. ഡയറക്റ്റ് പൈപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് പവറും കൂടുതലാണ്. അവർ സ്റ്റേജ് 1 ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഫ്യൂല് നന്നായിട്ട് കത്തും. എന്തോരം മൈലേജ് ഉണ്ട് കമ്പാരിറ്റീവ്ലി? 1 ലിറ്ററിന് ഒരു 10-12 കിലോമീറ്റർ കൂടുതൽ പോകത്തില്ല. അതാണ് അധികം പോകത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പവർ അവർ പറയുന്നത്, ഞാൻ ഇതിൻ്റെ വേറെ മോഡൽ ഓടിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ പറയുന്നത് പവർ ഭയങ്കര കൂടുതലാണെന്നാണ് പറയുന്നത്. എഞ്ചിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇത് 1500 cc ആണ്. 1520 ആണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. ഇത് ഗോൾഡ് വിങ്ങുമായിട്ട് ഷെയർ ചെയ്യുന്ന സെയിം എഞ്ചിനാണ്. പക്ഷേ ഇത് കാർബറേറ്റർ ആണ്. ഏകദേശം ഗോൾഡ് വിങ്ങിൻ്റെ ഈ സമയങ്ങളിൽ വരുന്നതൊക്കെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് ശരിക്കും. പക്ഷേ അതിന് മുമ്പ് 93 ഒക്കെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ കൂടുതൽ വരുന്നത് കാർബറേറ്ററാണ്. അപ്പോൾ ആ ഒരു എത്ര HP ഉണ്ട്? ഇത് 100 HP ആണ് വരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്യൂൺ ചെയ്തുകൊണ്ട് അതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചെയ്തുകൊണ്ട് പിന്നെ ഇതിൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓയിലൊക്കെ ആണെങ്കിലും ഈ കാറിൻ്റെ പോലെ തന്നെ ഓയിൽ ഡിപ്സ്റ്റിക്കൊക്കെ അങ്ങനെയാണ്. ഭയങ്കര ഈസിയാണ് ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ. ഞാനാണെല്ലാം തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. മറ്റുള്ള ബൈക്കിൻ്റെ വെച്ച് നമുക്ക് വളരെ പാടില്ല. പിന്നെ ഇതുണ്ട് പൈപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 പൈപ്പ് ഒരു സൈഡിൽ വരുന്നത് ഡയറക്റ്റ് കൊടുത്തേക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക്. പിന്നെ ഒരു സൈഡിൽ 3 കാർബറേറ്ററും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഹാർഡ് സാഡിൽ ബാഗ് 2 സൈഡിലും ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റും. സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ്. ഈ ചാരിയിരുന്ന് നമുക്ക് പോകാൻ ലോങ് റൈഡ് പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് സോഫയിലേക്ക് ഇരുന്ന് പോകുന്ന കണക്കാണ് ശരിക്കും പോകാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ബൈക്കിൽ റൈഡ് ചെയ്യണ ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ഒരു സപ്പോർട്ട് റെയിൽ കണക്കുള്ള ഈ സാധനമുണ്ട്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ ഒരു 45 ഡിഗ്രിയിലേ നിൽക്കുള്ളൂ. കംപ്ലീറ്റ് താഴേക്ക് പോകത്തില്ല സാധനം. ഇത് എത്ര വെയിറ്റ് ഉണ്ട്? 340 ഇല്ല ആ ഒരു റേഞ്ചിൽ. ഇതിപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വന്നു കഴിയുമ്പോൾ ഒരു 350 kg വരും ഇതിൻ്റെ വെയിറ്റ് വരുവാണെങ്കിൽ. വെയിറ്റ് ഹ്യൂജ് വണ്ടിയായതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്രാഷ് കാർഡ് അല്ലെങ്കിൽ സൈലൻറ്റ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വെയിറ്റിൻ്റെ കാര്യം ഓർത്ത്. ഹ്യൂജ്. ഞാൻ കയറിയിരുന്ന് ഒന്ന് കയറി കയ്യിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല ഹെവിയാണ് വണ്ടി. ചേട്ടൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അതാണ് നമ്മളത് ആ സ്ലോ റൈഡിൽ പോകുമ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നിക്കും. പക്ഷേ ഇത് നമ്മൾ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി സ്പീഡാണ് പറയുകയാണെങ്കിൽ പക്ഷേ ഇത് നമ്മൾ റൈഡ് ചെയ്ത് പോയി വെയിറ്റ് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ നല്ല സ്പീഡായി കഴിയുമ്പോൾ ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യില്ല. അത് പക്ഷേ അതാ പറഞ്ഞ സ്ലോ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. എസ്പെഷ്യലി നമ്മൾ ട്രാഫിക് സിഗ്നലിലൊക്കെ കൊണ്ട് ഇമ്മീഡിയറ്റ് നിർത്തുക. അപ്പോൾ നമ്മൾ പൊതുവേ എല്ലാ ബൈക്കും എനിക്ക് ആ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ബൈക്ക് നമ്മൾ സ്റ്റോപ്പ് സൈനിൽ നിർത്തുമ്പോഴൊക്കെ കുറച്ച് ഒരു ടെക്നിക്സ് ഉണ്ട്. ശ്രദ്ധിക്കണം. ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ. ഞാൻ ഫസ്റ്റ് റോക്കറ്റ് അമിത്തിൻ്റെ വണ്ടി റോക്കറ്റ് 3 ഓടിച്ചപ്പോഴത്തേക്ക് പുള്ളിയോട് പറഞ്ഞു എടാ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അതൊരു ഞാൻ അത്ര ഹെവി ആയിട്ടുള്ള ക്രൂസേഴ്സ് നോക്കിയിട്ടില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു സാധാ ബൈക്കെ കൊണ്ട് നിൽക്കുന്നവരെ കൊണ്ട് കാല് വെക്കരുത്, മടങ്ങിപ്പോവും. നിൽക്കാറാകുമ്പോൾ കാല് വെക്കുക. അതെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ നിൽക്കത്തില്ല, ഇത് മറിഞ്ഞ് വീഴുമെന്ന് എന്നുള്ളത് പറഞ്ഞു. അപ്പം അതൊരു ടിപ്പായിരുന്നു എനിക്ക്. അതിന് കുറച്ച് ടിപ്സ് നമുക്ക് ഇവൻ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ധാരാളം കാണാം. ഇങ്ങനത്തെ ബൈക്കുകൾ, പ്രത്യേകിച്ച് ഹെവി ബൈക്കുകൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാനത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അതൊരു
കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ടിപ്സും ഉണ്ട് കാര്യങ്ങളുണ്ട്. ക്രൂസേഴ്സിനും. അതെനിക്കൊരു ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചതാണ്, ഇതിൻ്റെ ഓണറോട് ചോദിച്ചൊരു കാര്യമാണ് ശരിക്കും. ഇത് എങ്ങനെയാണ്, പുള്ളി ഒരു ചെറിയ മനുഷ്യനാണ്, എന്നെ പോലെ എന്നെക്കാളും ചെറിയൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചത് എങ്ങനെയാണ്, പുള്ളി കുറേ ഇൻസ്ട്രക്ഷൻസ് എനിക്ക് വലിയ മനസ്സിനുടമയാണ്. പുള്ളി അപ്പം നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി അപ്പോൾ ഒരുപാട് ടിപ്സ് എനിക്ക് പറഞ്ഞത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതുപോലെ ബ്രേക്ക് ആണെങ്കിലും മറ്റുള്ള നമ്മൾ സ്പോർട്സ് ബൈക്കോ അതുപോലത്തെ ആ ഒരു ബാക്ക് ബ്രേക്ക് അങ്ങനത്തെ ഒരു ബ്രേക്ക് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ കൺട്രോൾ ചെയ്ത് അഡ്വാൻസ് കണ്ട് നിർത്തണം. നമ്മുടെ ലാൽജിയങ്ങളൊക്കെ എപ്പോഴും പറയുന്ന കണക്ക് നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ മറിഞ്ഞു വീഴാനോ സാധ്യതകളൊക്കെ കൂടുതലായിരിക്കും. അത്തരം കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ, ജോബ് ആദ്യം പറഞ്ഞ കണക്ക് ഒരു 6 ഇയേഴ്സോളം നമുക്ക് ഉണ്ടായിരുന്നുള്ളത്. ഡിസ്കണ്ടിന്യൂ യമഹയുടെ ഒരു പിൻവാങ്ങൽ വന്ന എന്താണ് കറക്റ്റ് വേർഡ് യൂസ് ചെയ്യേണ്ടത് എന്താണ്? യമഹ ആ ഒരു മാർക്കറ്റിൽ വന്നിട്ട് അവർക്ക് സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ ഞാൻ കണ്ടത് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഇത് യങ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ ഇറക്കിയതാണ്. ഗോൾഡ് വിങ് ആ സമയത്തുണ്ട്, പക്ഷേ ഇതൊരു നെയ്ക്കഡ് രീതിയിൽ അവർ ഇറക്കി. പക്ഷേ ഇത് ഒന്ന് അഫോർഡബിലിറ്റി ഓൾമോസ്റ്റ് ഗോൾഡ് വിങ്ങിൻ്റെ അത്ര തന്നെ പ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് യങ്ങായിട്ടുള്ളവർക്ക് അത് വാങ്ങാൻ പറ്റിയില്ല, അഫോർഡബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ കൺസപ്ഷൻ കൂടുതലാണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പാരിറ്റീവ് ചെയ്തൊരു ആ സമയത്ത് ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈലിലേക്ക് വെച്ച് തന്നെ ഇറക്കിയിട്ട് ഞാനും വണ്ടി എടുക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്കും തോന്നിയത് ആ സമയത്ത് ഗോൾഡ് വിങ്ങിന് അത്രയോ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പോലെ ഇവരിങ്ങനൊരു മോഡൽ വിത്ത് ഓൾഡ് സ്കൂൾ സ്റ്റൈലായിട്ട് ഇറക്കിക്കൊണ്ടായിരിക്കും അതിനൊരു ഇത് മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഗോൾഡ് വിങ് മേടിച്ചാൽ മതി. അതെ, ഇതിനകത്ത് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഗോൾഡ് വിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. സാധാരണ വളരെ ബെയർ മിനിമം ആയിട്ടുള്ള, ഈവൻ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇടാം, ഹസാർഡ് സിമ്പിൾ ഇടാനുള്ള ഓപ്ഷൻസ് അങ്ങനെ അങ്ങോട്ട് പോവാം, നമുക്ക് അതിനകത്തേക്ക് പോവാം. അങ്ങനത്തെ അതെ. അതിന് മുമ്പായിട്ട് തന്നെ ഇപ്പം ഇത് ഷാഫ്റ്റ് ഡ്രിവൺ ആണ്, ചെയിനല്ല, ഷാഫ്റ്റ് ഡ്രിവൺ ആണ് വണ്ടി വരുന്നത്. 5 സ്പീഡ്. അതും വേറെ ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറയാവുന്നൊരു കാര്യമാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ഗിയർ എന്ന് പറഞ്ഞാൽ ഇത് ഓടിച്ച് വരുമ്പോൾ ഇത്രയും പവറുള്ള വണ്ടി പോയി കഴിയുമ്പോൾ നമ്മളെപ്പോഴും കുറേ ദൂരം പോയി കഴിയുമ്പോൾ അറിയാണ്ട് ഇനി ഒരു ഗിയർ ഉണ്ടോ എന്ന് കാലും കൊണ്ട് തട്ടി നോക്കും. അപ്പോൾ ഒരു ഗിയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു ഡ്രോബാക്ക് ഇല്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും തീർച്ചയായിട്ടും. ഇതിന് ടാങ്ക് കപ്പാസിറ്റി എത്രയാണ് വരുന്നത്? 20 ലിറ്ററാണ് വരുന്നത്. ഹ്യൂജ് ടാങ്കാണ്, നല്ല വലുപ്പം ഫീൽ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇത് ഓൾഡ് സ്കൂൾ സ്റ്റൈലിൽ നമുക്ക് റിസർവും മെയിനും അങ്ങനത്തെ ആ ഒരു സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് ഫ്യൂൽ ഗേജ് കാണിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. പിന്നെ ട്രിപ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഓൾഡ് മോഡൽ നമ്മൾ തിരിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇപ്പം 0-0 ആക്കി വെച്ചിട്ടാണ്. ഞാൻ ഗ്യാസ് അടിക്കുമ്പോൾ അങ്ങനെയാണ്. ചില റിസർവ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പേടിയാണ് ശരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റേജ് 1 ട്യൂണിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് എത്ര കിലോമീറ്റർ പോകുന്നുള്ള നമുക്ക് ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ റിസർവ് ആയിക്കഴിഞ്ഞാൽ ഒരു 60 കിലോമീറ്ററൊക്കെ പോകുമായിരിക്കും. സസ്പെൻഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എയർ വെച്ചിട്ട് സസ്പെൻഷൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. അത് ചില പലർക്കും പല ഹൈറ്റുള്ള, ഒന്നാമത് ഹെവി വണ്ടി ആയതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞിരുന്നാൽ നമുക്ക് ഓടിക്കാൻ കുറച്ചുകൂടെ ഈ സ്മോൾ എന്താ പറയുക ചെറിയ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഡ്രോബാക്ക് എന്ന് തന്നെ പറയാം. നമുക്ക് ചെറിയ ടൈറ്റ് സ്പേസിലൂടെ ഓടിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വലിയ വണ്ടി വേണ്ട ഒരു പാടാണ്. അപ്പോൾ ആ സമയത്ത് ഹൈറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് അത് കുറച്ച് കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് കുറയ്ക്കാൻ എങ്ങനെ അഡ്ജസ്റ്റബിൾ ചെയ്യും? നമുക്ക് എയറാണ് ഇതിൻ്റെ. അതിൻ്റെ ഒരു സൈഡിൽ നോബുണ്ട്. എയർ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. പക്ഷേ എയർ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ പമ്പ് ചെയ്യണം. അതൊരു വലിയൊരു ഡ്രോബാക്കാണ് ഈ പറഞ്ഞത്. നമുക്ക് മാനുവലി ചെയ്യേണ്ടതായിട്ട് വരണം. മറ്റേ ഗോൾഡ് വിങ്ങിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ തന്നെ ഉണ്ട്, അത് വെച്ചിട്ട് കംപ്രസർ വെച്ചിട്ട് അത് ആവും. ഇതിനകത്ത് പറ്റില്ല, പമ്പ് ചെയ്യണം. അത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയതിനകത്ത് ഈ പറഞ്ഞതിനൊക്കെ ഏറ്റവും ലോങ് പോകാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ ശരിക്കും കളക്ഷനായിട്ട് എടുത്തതാണ്, അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതല്ല. പക്ഷേ 1-2 ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം കൂടുതലും ലോങ് റൈഡ്സിനെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ഡ്രൈവ് തീരെ കംഫർട്ടബിൾ അല്ല. നമുക്ക് പ്രത്യേക ട്രാഫിക്കിലൊക്കെ എന്ന് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്, സ്ലോ സ്പീഡിൽ പോകുമ്പോൾ. ഞാൻ കണ്ടതിനകത്ത് പിന്നെ ഹെവിയാണ് പറഞ്ഞ കണക്ക്. ഇതിൻ്റെ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ ഇപ്പം ഓൺ ഓഫ് നമുക്ക് സാധാരണ കില്ലിംഗ് സ്വിച്ച് അതുണ്ട്, സ്റ്റാർട്ടറുണ്ട്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിന് ബ്രൈറ്റും ഡിമ്മും ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഇതിനെ വെച്ചാൽ ചോക്ക് വലിച്ചിട്ട് രാവിലെ ഇപ്പം കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ചോക്ക് വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ആവുകയുള്ളൂ, കാർബറേറ്റർ ഉള്ളതുകൊണ്ട് അത് ചെയ്യാനുള്ളതും. പിന്നെ നമുക്ക് ഒരു ഓണിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വെച്ചാൽ റൈറ്റും ലെഫ്റ്റും അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓഫ് ചെയ്യാൻ എല്ലാം മാനുവലാണ്. പിന്നെ ഹസാർഡൊന്നുമില്ല. ഇത്രയും സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്.
പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഇതാണ് റീസെറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച്. ഇവിടെ വന്നിട്ട് റീസെറ്റ് ചെയ്യുന്ന കിലോമീറ്റർ എപ്പോഴും നമ്മളിപ്പോൾ 125 കിലോമീറ്റർ ഞാൻ ഗ്യാസ് അടിച്ചിട്ടായി. അപ്പോൾ എനിക്കിത് നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത് ശരിക്കും. ഇതൊരു 250 കിലോമീറ്റർ കൂടുതൽ ഞാൻ ഒരിക്കലും പോകില്ല. പിന്നെ റിസ്ക് ആണ് ശരിക്കും. ഇതിനകത്ത് 5441 കിലോമീറ്റർ എന്താണ് ഇത് 100,000 കിലോമീറ്റർ ആയി കഴിഞ്ഞിട്ട് വീണ്ടും 1,00,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓൾറെഡി കവർ ചെയ്തതാണ്. 1,50,441 കിലോമീറ്റർ ഓടി മാത്രമേ ഓടി. അപ്പം ചെറിയ അപ്പം എത്ര ലൈഫാണ് പൊതുവെ പറയുന്നത്? എനിക്ക് പൊതുവെ പറയുന്ന ഒരു 3,00,000 കിലോമീറ്റർ ആണ് പറയുന്നത്. 3 to 4 lakhs കിലോമീറ്റർ ഗോൾഡ് വിങ് ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ് ഇവർ പറയുന്നത്. ഹോണ്ടയുടെ ഇങ്ങനത്തെ എഞ്ചിനൊന്നും പറയാനില്ല പറയുന്നത്. പക്ഷെ നമ്മൾ കാർബറേറ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനകത്ത് നമുക്ക് കാണുവാണെങ്കിൽ ഒരു 3 ലൈറ്റ് കാണാം. ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ലൈറ്റായിട്ട്, ഒന്ന് ന്യൂട്രലിൻ്റെ കാണിക്കാനുള്ളതും, ഒന്ന് ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും, ഈ 3 ലൈറ്റുകളേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ടെമ്പറേച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ RPM മീറ്ററിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാനിതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്ന ഫോഗ് ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം ഹൈഡ്രോളിക്കാണ് ഇതിൻ്റെ ക്ലച്ച്. സാധാരണ കേബിളല്ല നമ്മൾ മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കി കഴിയുമ്പോൾ. പിന്നെ ഞാൻ അഡീഷണൽ ഫിറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു കാർപ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. GPS കാര്യങ്ങളും എല്ലാം വരാമെന്നാണ് ഉള്ളൊരു സംവിധാനം. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. 6 സിലിണ്ടർ ഫയർ അപ്പ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഹോണ്ടയുടെ വാൽക്കരിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ.